ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പരിണാമത്തിൻ്റെ വഴികൾ എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഒരു പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലാമാർക്കിസം. എന്താണ് ലാമാർക്കിസം? ഈ ലാമാർക്കിസം എന്ന് പറയുന്നത് എന്താണ്? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. ലാമാർക്കിസത്തിന് എന്തുകൂടി പറയും? ഇതെന്താണ്? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. അപ്പോൾ ഈ ലാമാർക്കിസം എന്താണ്, അത് ആരുടെ ആശയങ്ങളാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ജീവപരിണാമവുമായിട്ട്, ഒരു ജീവിയുടെ പരിണാമവുമായിട്ട് അല്ലെങ്കിൽ ജീവികളുടെ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രകാരനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ലാമാർക്ക്, ഇത് ഓർത്തിട്ടില്ലെങ്കിലും ഈ ലാമാർക്ക് നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പം ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഒരു ശാസ്ത്രകാരനാണ് ലാമാർക്ക് എന്ന് പറയുന്നത്. ആ ലാമാർക്കിൻ്റെ ആശയങ്ങൾ ലാമാർക്കിസം എന്നറിയപ്പെടുന്നു. ഈ ലാമാർക്കിൻ്റെ ആശയങ്ങളാണ് ലാമാർക്കിസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാമാർക്കിസത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം. ആ അദ്ദേഹത്തിൻ്റെ ആശയമാണ് ലാമാർക്കിസം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലാമാർക്കിസത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൽ നിങ്ങൾ ജിറാഫിനെ കാണുന്നുണ്ട് ഇല്ലേ? ഇവിടെ 2 ജിറാഫുണ്ട്. ഇവിടെ കണ്ടോ ഒരു ജിറാഫിനെ? അതെന്താണ്? നിലത്തു നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫാണ്. നിലത്തു നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന, നിലത്ത് നിന്ന് തന്നെ പുല്ലുകളിൽ നിന്നൊക്കെ ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളാണ് ഈ ഒരു ഫസ്റ്റ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ, പിന്നെ ഇങ്ങോട്ടുള്ള ചിത്രത്തിൽ എന്താണ് പറയുന്നത്? ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്ക് നിലത്ത്, നമ്മുടെ നിലങ്ങളിൽ, ആദ്യത്തെ നിലത്തു നിന്നുള്ള ആഹാരം കഴിക്കുന്നതായിരുന്നു. പിന്നീട് നിലത്തു നിന്നുള്ള ആഹാരത്തിന്റെ ഭക്ഷണ ദൗർലഭ്യം, ഭക്ഷണത്തിന്റെ കുറവ് കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്ന്, മരത്തിന്റെ ഉയരം കൂടിയ ചില്ലകളിൽ നിന്ന് ഇലകൾക്കായിട്ട് കഴുത്ത് നീട്ടിയതിന്റെ ഫലമായിട്ട് ജിറാഫിന്റെ കഴുത്ത് നീളം കൂടുന്നു. അപ്പോൾ ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം, അതാണ് ലാമാർക്ക് പറയുന്നത്. ഈ ലാമാർക്കിസത്തിൽ എന്താണ് പറയുന്നത്? ആദ്യം നിലത്തു നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫാണ്. പിന്നെ ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്കായിട്ട് കഴുത്ത് നീട്ടതിന്റെ ഫലമായിട്ട് ജിറാഫിന്റെ കഴുത്തിന്റെ നീളം കൂടുകയാണ്. അങ്ങനെ ആ ഒരു ജിറാഫ് ആർജിച്ചെടുത്ത സ്വഭാവം, അത് ജിറാഫിന്റെ ആർജിത സ്വഭാവമാണത്. കാരണം ജിറാഫ് ആർജിച്ചെടുത്ത ഒരു സ്വഭാവമാണ് അത്. ആ ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ, അതിന്റെ ഓരോ തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം എന്നാണ് ലാമാർക്ക് പറയുന്നത്. ഓക്കെ, എന്നാൽ ഈ സ്വയാർജിത വ്യതിയാനങ്ങൾ, ഈ സ്വയാർജിത വ്യതിയാനങ്ങൾ, സ്വയം ആർജിച്ചെടുത്ത വ്യതിയാനം, അതായത് ഇപ്പം നമ്മൾ ജിറാഫിനെ കണ്ടു. ആദ്യം നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫാണെങ്കിൽ പിന്നീട് അത് ഭക്ഷണ ദൗർലഭ്യം കാരണം മരങ്ങളുടെ ശാഖകളിലേക്ക് ഉയർന്നതിന്, ചില്ലകളിലേക്ക് ഉയർന്ന് ഇലകൾക്ക് വേണ്ടി ഉയർന്നതിന് കാലത്താൽ ഇതിന്റെ കഴുത്തിന്റെ നീളം കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നില്ല. അതൊരിക്കലും ജീവിയുടെ ജനിതക ഘടനയിൽ, ഉള്ളിലുള്ള ജനറ്റിക്സിൽ, ആ ഒരു ജനിതക ഘടനയിൽ എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവ പാരമ്പര്യമായി കൈമാറുന്നില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞർ തെളിയിച്ചു. പിൽക്കാല ശാസ്ത്രജ്ഞർ എന്താ തെളിയിച്ചത്? ഈ സ്വയം ആർജിച്ചെടുക്കുന്ന വ്യതിയാനം, സ്വയം ആർജിച്ചെടുക്കുന്ന ആ ഒരു സ്വഭാവം, ആ ഒരു വ്യത്യസ്ത സ്വഭാവം ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവ പാരമ്പര്യമായിട്ട് തലമുറകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? കൈമാറുന്നില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞർ തെളിയിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡാർവിനിസം. നമ്മൾ ലാമാർക്കിസം നോക്കി, അതൊരു ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. അടുത്തത് ഡാർവിനിസമാണ്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട അടുത്തൊരു സിദ്ധാന്തമാണ് ഡാർവിനിസം. ഈ ഡാർവിനിസം എന്താണ്? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നുകൂടി അറിയുന്നുണ്ട്. ലാമാർക്കിസം എന്തുകൂടി അറിയപ്പെടുന്നുണ്ടായിരുന്നു? ലാമാർക്കിസം നമ്മൾ നോക്കി എന്നുകൂടി അറിയപ്പെടുന്നുണ്ടായിരുന്നു സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നുകൂടി അറിയപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഡാർവിനിസം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക്, ആധുനികമായിട്ട് മോഡേൺ ആയിട്ടുള്ള പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ചാൾസ് ഡാർവിനാണ്. ആരാണ്? ചാൾസ് ഡാർവിൻ. നമുക്കറിയാം ചാൾസ് ഡാർവിൻ. അദ്ദേഹം അവതരിപ്പിച്ചതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസം. ഈ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് ഡാർവിനിസം. അപ്പുറത്ത് ലാമാർക്കിൻ്റെത് ലാമാർക്കിസം, ഇവിടെ ചാൾസ് ഡാർവിൻ്റെ ഡാർവിനിസം അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത് നോക്കാം. അപ്പോൾ ഈ ആരാണ്? ഡാർവിന്
പരിണാമാശയം ഈ ചാൾസ് ഡാർവിനെ ഒരു പരിണാമാശയം ആവിഷ്കരിക്കുന്നതിന് സ്വാധീനിച്ചത് എന്താ? ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യമാണ്. അദ്ദേഹം ഗാലപ്പഗോസ് ദ്വീപുകൾ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആ ഒരു കുരുവികളുടെ കൊക്കിന്റെ അവരുടെ ബീക്കിന്റെ ആ ഒരു വൈവിധ്യമാണ് ഒരു പരിണാമാശയം ഡാർവിനിസം ഒക്കെ ആവിഷ്കരിക്കുന്നതിന് ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചത്. ഇവിടെ നോക്കിയാൽ നമുക്ക് തിരിയും ഗാലപ്പഗോസ് കുരുവികൾ. ആ ഒരു ഗാലപ്പഗോസ് ദ്വീപിലുള്ള കുരുവികളാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പൂർവിക കുരുവി, ഇതാണ് പൂർവിക കുരുവി. ഇതിന്റെ കൊക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു വലുതായിട്ടുള്ള കൊക്കാണ്. എന്നാൽ വിത്തുതീനി കുരുവി, വിത്ത് തിന്ന കുരുവിൻ്റെത് കുറച്ചുകൂടി ഒരു ചെറുതായിട്ടുണ്ട് അല്ലേ. ഇനി കള്ളിമുൾ ചെടി ഭക്ഷിക്കുന്നവയുടേത് കൂർത്തതാണ്, കുറച്ചുകൂടി കൂർത്തതാണ്. പ്രാണികളെ ഭക്ഷിക്കുന്നത് നോക്കിയാൽ ചെറിയതാ. പ്രാണികളെ ഭക്ഷ്യമാക്കുന്ന കുരുവികളുടെ കൊക്കുകൾ എന്താണ്? ചെറുതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യമാണ് ചാൾസ് ഡാർവിനെ പരിണാമാശയം ആവിഷ്കരിക്കുന്നതിന് സഹായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തില് 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട കുരുവികളുണ്ട്. ആ ഒരു ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തില് എന്തുണ്ട്? 14ഓളം വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട കുരുവികളുണ്ട്. നിലത്ത് വസിച്ച് വിത്ത് കഴിക്കുന്നവ നമ്മൾ കണ്ടു. വിത്ത് കഴിക്കുന്നവ, നിലത്ത് നിന്ന് വിത്ത് കഴിക്കുന്നവ, നിലത്ത് വസിച്ചിട്ട് വിത്ത് കഴിക്കുന്നവയുടെ കൊക്ക് നമ്മൾ കണ്ടു. കള്ളിമുൾ ചെടിയിൽ വസിച്ച് വിത്ത് ഭക്ഷിക്കുന്നവയെ നമ്മൾ കണ്ടു. മരത്തിൽ വസിച്ച് പ്രാണികളെ ഭക്ഷിക്കുന്നവയുടെ കൊക്ക് നമ്മൾ കണ്ടു. ഇതൊക്കെ എന്താണ്? ആ 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട കുരുവികളിൽ ചിലതാണ്. ഓക്കെ, ഈ സ്പീഷീസുകൾ പൊതുവായി കാണിക്കുന്ന മുഖ്യ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു സ്പീഷീസുകൾ മുഖ്യമായിട്ട് കാണിക്കുന്ന വ്യത്യാസം എന്താണ്? അവയുടെ കൊക്കിന്റെ ആകൃതിയും വലുപ്പമാണ്. നമ്മൾ കണ്ടു വിത്ത് കഴിക്കുന്നവയുടെ കൊക്കിന്റെ ആകൃതിയും വലുപ്പവും അല്ല കള്ളിമുൾ ചെടി കഴിക്കുന്നതിന്റെ. ആ കള്ളിമുൾ ചെടി കഴിക്കുന്നതിന്റെ കൊക്കിന്റെ ആകൃതിയും വലുപ്പവും അല്ല ഏതിൻ്റെത്? നമ്മുടെ പ്രാണികളെ ഭക്ഷിക്കുന്നവയെ. അപ്പം ഇടത്തരം വലുപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകളിൽ നിന്നും പ്രാണികളെ തിന്നുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഇടത്തരം വലുപ്പമുള്ള വിത്തുകൾ, കുറച്ചും കൂടി വലുതായിട്ടില്ല, ഒരു വലുതുമല്ല ചെറുതല്ലാത്ത ഇടത്തരം മീഡിയം വലുപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്ത് കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകളിൽ നിന്നും, പിന്നെ പ്രാണികളെ തിന്നുന്ന കുരുവികളുടെ കൊക്ക് നമ്മൾ കണ്ട് ചെറുതാണ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അവയുടെ കൊക്കിന്റെ ഇവർ തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്താണ്? അവിടെയുള്ള ഗാലപ്പഗോസ് ദ്വീപ് സമൂഹത്തിലുള്ള സ്പീഷീസുകൾ, ആ ഒരു കുരുവികൾ തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്താണ് നമ്മൾ പറഞ്ഞു? കൊക്കിന്റെ ആകൃതിയും വലുപ്പമാണ്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കൊക്കുകൾ, ആ ഒരു പക്ഷിയുടെ കൊക്കുകൾ, ആ കുരുവിയുടെ കൊക്കുകൾ അവയുടെ ഭക്ഷണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഉപാധിയാണ്. അറിയാം, ആ ഒരു വിത്ത് മാത്രമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആ കുരുവികൾക്ക് എന്ത് വേണം? വിത്തുകൾ ഭക്ഷിക്കാൻ അനുയോജ്യമായിട്ടുള്ള കൊക്കാണ് വേണ്ടത്. പ്രാണികളെ മരത്തിൽ വസിക്കുന്നവർക്ക് എന്ത് വേണം? പ്രാണികളെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കൊക്കാണ് വേണ്ടത്. അപ്പോൾ പരിസ്ഥിതിയിലെ ഭക്ഷ്യ സ്രോതസ്സുകളുടെ ലഭ്യതക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുള്ള കുരുവി അതിജീവിക്കുകയും കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ഥലത്ത് എന്താണ് കുറേ കുരുവികളുണ്ട്, അവിടെ എന്താണ് വിത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വിത്ത്, ആ ഒരു പരിസ്ഥിതിയിൽ ലഭിക്കുന്ന ഭക്ഷ്യസ്രോതസ് ഏതാണ്? വിത്താണ്. അപ്പോൾ ആ വിത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുള്ള കുരുവികൾക്ക് മാത്രമേ അവിടെ അതിജീവിക്കാൻ വേണ്ടി പറ്റൂ. ആ ഒരു വിത്ത് മാത്രം ലഭിക്കുന്ന സ്ഥലത്ത് കള്ളിമുൾ ചെടി ഭക്ഷിക്കുന്ന കൊക്കുള്ള കുരുവിയും വിത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കുള്ള കുരുവിയും വസിച്ചാൽ അവിടെ അതിജീവിക്കുക ആരാണ്? വിത്ത് കഴിക്കാൻ കൊക്കുള്ള കുരുവികളാണ്. മറ്റ് കള്ളിമുൾ ചെടി കഴിക്കാൻ പാകത്തിനുള്ള കൊക്കുള്ള കുരുവികൾ എന്ത് ചെയ്യും? അവിടെ നശിച്ചു പോകും. അവർക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഈ അതിജീവിച്ചവ കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതാണ് ആ ഒരു പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ. ഒരു പുതിയ ജീവിയുടെ ഉത്ഭവത്തിൻ്റെ, ഒരു ജീവപരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇത്. ഇതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് അമിതോൽപാദനാണ്. 5 ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പം ഇതെന്താണ്? ഇത് ജീവപരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണ്. ഓർത്ത് വെക്കുക, ജീവപരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് അമിതോൽപാദനാണ്. പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പം പരിണാമം സംഭവിക്കുന്ന ഒരു ജീവി, ആ ജീവി എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉൽപാദനം, ആ ജീവിയുടെ ഉൽപാദനം കൂടുതൽ. ഇപ്പം നമ്മൾ മാനിനാണ് പരിണാമം സംഭവിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മുയലിന്, അല്ലെങ്കിൽ മാനിന്. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എല്ലായിടത്തും മാനായിരിക്കും. നമ്മൾ എല്ലായിടത്തും നോക്കിയാൽ മാനായിരിക്കും. കാരണം അതിൻ്റെ അമിതോൽപാദനമാണ്, ആ ഒരു പരിണാമം സംഭവിക്കുന്ന ജീവിയുടെ അമിതോൽപാദനം. ഓക്കെ, വ്യതിയാനങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം തന്നെ എടുത്താൽ കുറേ മനുഷ്യരുണ്ട്.
അപ്പോൾ എല്ലാവരിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്, വ്യതിയാനമുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അതുപോലെ തന്നെ എന്താണ് വ്യതിയാനങ്ങൾ, അതാണ് രണ്ടാമത്തെ ഘട്ടം. വ്യതിയാനങ്ങൾ, വലുപ്പം മാറ്റം ഉണ്ടാവും, രോഗപ്രതിരോധം മാറ്റം ഉണ്ടാവും, വിത്തുൽപാദന പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ കാണിക്കും. ഈ വ്യത്യാസങ്ങൾ ജീവികൾക്ക് ഗുണകരമോ ദോഷകരമോ ആകാം. അതായത് ഒരു ജീവിക്ക് അനുകൂലമായിട്ടുള്ള കുറേ അമിതോൽപാദനം ഉണ്ടെങ്കിൽ അതിൽ കുറേ ജീവികൾക്ക് എന്തായിരിക്കും, അതിന് ഗുണകരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വ്യതിയാനമായിരിക്കും. കുറച്ച് ജീവികൾക്ക് പ്രതികൂലമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള വ്യതിയാനമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്തത് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരമാണ്. അതായത് ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയ പരിമിതമായ വിഭവങ്ങൾ ജീവികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് നയിക്കും. അപ്പോൾ ആ ഒരു പ്രദേശത്ത് അമിതോൽപാദനം ഉണ്ടായ ആ ഒരു സ്ഥലത്ത് ഭക്ഷണം, സ്ഥലം, അവർക്ക് ജീവിക്കാനുള്ള പാർപ്പിടങ്ങൾ, പിന്നെ ഇണകൾ അതൊക്കെ കുറവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ മത്സരം നടക്കും. ഈ ഒരു പരിണാമം സംഭവിക്കുന്ന ജീവികൾ തമ്മിൽ മത്സരം നടക്കും. അപ്പോൾ അവിടെ അർഹതയുള്ളവരുടെ അതിജീവിക്കലാണ്. അനുകൂല വ്യതിയാനമുള്ള ജീവികൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തെ അതിജീവിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു വ്യതിയാനം സംഭവിക്കും, വ്യതിയാനം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് അനുകൂല വ്യതിയാനം ഉണ്ടാവും, പ്രതികൂല വ്യതിയാനം ഉണ്ടാവും. അതിൽ അനുകൂല വ്യതിയാനം, അതായത് ഗുണകരമായിട്ടുള്ള വ്യതിയാനമുള്ള ജീവികൾ നിലനിൽപ്പിനായിട്ടുള്ള അവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ എന്ത് ചെയ്യും, മത്സരത്തെ അതിജീവിക്കും, അവരവിടെ അതിജീവിക്കും. പ്രതികൂല വ്യതിയാനം സംഭവിച്ചവരെന്ത് ചെയ്യും, അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, നിലനിൽപ്പിനായിട്ടുള്ള മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ എന്ത് ചെയ്യുന്നു, മത്സരത്തെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. അവ കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ആ ഒരു അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ എന്ത് ചെയ്യുന്നു, മത്സരത്തിൽ വിജയിച്ചിട്ട് അതിജീവിച്ചിട്ട് അവിടെ ജീവിച്ച് അവ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രത്യുൽപാദനം നടത്തും, പുതിയ തലമുറയെ പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതി നിർദ്ധാരണം, അടുത്ത ലാസ്റ്റ് ആയിട്ടാണ് പ്രകൃതി നിർദ്ധാരണം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറും. എന്താണ് അനുകൂല വ്യതിയാനങ്ങൾ, ആ ഒരു അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ, അവിടെ ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ കിട്ടിയവരെന്ത് ചെയ്യും, അത് വരും തലമുറകളിലേക്ക്, അവർ ഉൽപ്പാദിപ്പിച്ച വരും തലമുറകളിലേക്ക് കൈമാറും. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാകുന്നു. അവ പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു. അപ്പം കൂടുതൽ വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു, തലമുറകളായിട്ട് കുമിഞ്ഞുകൂടി പരസ്പരം എന്ത് ചെയ്യുന്നു, പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത, അപ്പം വരും തലമുറകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അവരിലുള്ള വ്യതിയാനം ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. കുറേ വ്യതിയാനങ്ങൾ ആദ്യത്തെ തലമുറയിൽ ഒരു വ്യതിയാനമാണ് ഉണ്ടായെങ്കിൽ പിന്നെ രണ്ടാമത്തെ തലമുറയുമ്പോൾ 2, 3, 4, 500 തലമുറയാകുമ്പോഴത്തേക്ക് 500 വ്യതിയാനങ്ങൾ, കുറേ വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടും. അപ്പോൾ അവർ തമ്മിലുള്ള കുമിഞ്ഞുകൂടിയിട്ട് പരസ്പരം എന്ത് ചെയ്യും, പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ, ഒരു പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാകുന്നു. അവ പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു. അവിടെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്. അവിടെയാണ് ഒരു ജീവിക്ക് പരിണാമം സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 5 ഘട്ടങ്ങളും പഠിച്ചു വെക്കണം. അമിതോൽപാദനം, വ്യതിയാനങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം, അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, പ്രകൃതി നിർദ്ധാരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതിൽ ലാമാർക്കിസം, ലാമാർക്കിൻ്റെ ലാമാർക്കിസവും ചാൾസ് ഡാർവിൻ്റെ ഡാർവിനിസവും തമ്മിലുള്ള താരതമ്യമാണ്. ഫസ്റ്റ് പറയുന്നത് ലാമാർക്കിസമാണ്. എന്താണ് ലാമാർക്കിസം? അപ്പോൾ ഈ ലാമാർക്കിസത്തിൽ എന്താണ് ലാമാർക്ക് പറഞ്ഞത്? ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്, നിലത്ത് നിന്ന് വിത്തുകൾ കഴിക്കുന്ന, നിലത്ത് നിന്ന് പുല്ലുകൾ ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ നിലത്ത് നിന്ന് ഭക്ഷണം കണ്ടെത്തുന്ന ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്തായിരുന്നു. ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്തു നീട്ടാൻ തുടങ്ങി. പിന്നെ ആഹാരം, നിലത്തുള്ള ആഹാര ദൗർലഭ്യം, ഒരു ഭക്ഷണ ദൗർലഭ്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ആഹാരം ലഭിക്കുന്നതിനായിട്ട്, മരങ്ങളിൽ നിന്നൊക്കെ ആഹാരം ലഭിക്കുന്നതിനായിട്ട് അവരുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. നിരന്തരമായ ആ ഒരു കഴുത്ത് നീട്ടലിലൂടെ, നിരന്തരമായ ആ കഴുത്ത് നീട്ടി അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്തു, കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു എന്നാണ് ലാമാർക്കിസം പറയുന്നത്. ഇതിൽ എന്താണ് പറയുന്നത്? പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ലാമാർക്കിസത്തിൽ എന്താണ്? പരിസ്ഥിതി, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ലാമാർക്കിസം പറഞ്ഞത്. ഡാർവിനിസം എന്താണ് പറഞ്ഞത്? ഡാർവിനിസത്തിൽ വ്യത്യസ്ത നീളത്തോട് കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ, കുറേ ജിറാഫുകളുണ്ട്, അതിലെല്ലാത്തിനും വ്യതിയാനമുണ്ട്. വ്യത്യസ്ത നീളത്തോടെയുള്ള കഴുത്തുള്ള ജിറാഫാണ്. കുറേ ജിറാഫുണ്ട്, എല്ലാ ജിറാഫിൻ്റെയും കഴുത്തിൻ്റെ നീളം വ്യത്യസ്തമാണ്. ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം അതിജീവിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കഴുത്തുള്ള ജിറാഫാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കഴുത്തിന് നീളം കൂടിയിട്ടുള്ള ജിറാഫുകൾ മാത്രം എന്ത് ചെയ്യുന്നു, ആഹാരത്തിനായിട്ട്, ഭക്ഷണത്തിനായിട്ടുള്ള മത്സരത്തെ അതിജീവിക്കുന്നു. ബാക്കിയുള്ളവ എന്ത് ചെയ്യുന്നു, കഴുത്തിന് നീളം കുറഞ്ഞവ കാണുന്നുണ്ട്, ചത്ത് വീഴുന്നു, നശിച്ചു പോകുന്നു. കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ജീവിവർഗമായിട്ട് മാറുകയും ചെയ്യുന്നു. ആ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ നിലനിൽക്കുകയും അവ പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു എന്നാണ്
ഡാർവിനിസത്തിൽ ചാൾസ് ഡാർവിൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ്? ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. എന്താണ്? ജീവികളിലെ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഏതിൽ പറയുന്നത്? ഡാർവിനിസത്തിൽ. എന്നാൽ ലാമാർക്കിസത്തിലോ പരിസ്ഥിതിയാണ് ജീവികളിലെ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു താരതമ്യം പഠിച്ചു വെച്ചാൽ തന്നെ ലാമാർക്കിസവും ഡാർവിനിസവും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ, അടുത്തതായിട്ട് നിയോ ഡാർവിനിസമാണ്. എന്താ ഈ നിയോ ഡാർവിനിസം? അപ്പോൾ ഈ വ്യതിയാനത്തിൻ്റെയും പാരമ്പര്യ പ്രേഷണത്തിൻ്റെയും ജനിതക അടിത്തറയെക്കുറിച്ച് ചാൾസ് ഡാർവിന് ധാരണയില്ലാതിരുന്നതിനാൽ ഡാർവിൻ്റെ പരിണാമാശയവും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് ഈ വ്യതിയാനം നമ്മൾ പറഞ്ഞു വ്യത്യാസം സംഭവിക്കും. ജീവികളിൽ എന്ത് ചെയ്യും? അമിതോൽപാദനം ഉണ്ടായിട്ട് കുറേ ജീവികൾ ഉണ്ടായിട്ട് അവയിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ഉള്ളവരായിരിക്കില്ല, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരിക്കും. പിന്നെയോ പാരമ്പര്യ പ്രേഷണത്തിൻ്റെയും ജനിതക അടിത്തറയെക്കുറിച്ച്, അതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള ജനിതകപരമായിട്ടുള്ള ഒരു അടിത്തറയെക്കുറിച്ച് ചാൾസ് ഡാർവിന് ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാർവിൻ്റെ പരിണാമാശയം, ആ ഡാർവിൻ്റെ പരിണാമാശയം ഏതാണ്? ഡാർവിനിസം. ആ ഒരു ഡാർവിനിസം എന്ത് ചെയ്തിട്ടുണ്ട്? വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടെത്തലുകളും ക്രോമസോമുകളെയും ജീനുകളെയും കുറിച്ചുള്ള ധാരണകളും വന്നതോടെ പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം ജനിതക മാറ്റങ്ങൾ, ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോജനം, ജീൻ പ്രവാഹം എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് നമ്മൾ ഗ്രിഗർ മെൻഡലിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടെത്തലുകളും പിന്നെ എന്താണ് ക്രോമസോമുകളെ, ജീനുകളെ കുറിച്ചുള്ള ധാരണയൊക്കെ വന്നതോടെ ഈ പരിണാമത്തിന്, ജീവികളുടെ പരിണാമത്തിന്, പുതിയ ജീവിവർഗം ഉണ്ടാകുന്ന ആ ഒരു ജീവിയുടെ പരിണാമത്തിന് ഇടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം എന്താണ്? ജനിതക മാറ്റങ്ങൾ, ലൈംഗിക പ്രത്യുൽപാദന സമയത്ത് എന്താണ് നമ്മുടെ ജീനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെന്താ ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോജനം, ലൈംഗിക പ്രത്യുൽപാദന സമയത്ത് ഉണ്ടാകുന്ന ജനിതക പുനഃസംയോജനം, പിന്നെന്താണ് ജീൻ പ്രവാഹം എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്താണ് വ്യതിയാനങ്ങൾക്ക് കാരണമാണ്, പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണമാണ് അവ. അടുത്തത് പോപ്പുലേഷൻ ജെനറ്റിക്സ്. എന്താണ്? പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത് നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയതോടെ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം ഡാർവിനിസം യുക്തിഭദ്രമായി. ഇവിടെ പറയുന്നത് പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയന്റോളജി, അങ്ങനെ പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളൊക്കെ ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത് എന്ത് രൂപപ്പെട്ടു? നിയോ ഡാർവിനിസം. അപ്പോൾ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത് ആധുനിക തെളിവുകൾ, എന്താണ്? ആധുനിക തെളിവുകൾ പ്ലസ് ഡാർവിനിസമാണ് നിയോ ഡാർവിനിസം. അതായത് നമ്മൾ നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ്? ഈ ഒരു പോപ്പുലേഷൻ ജെനറ്റിക്സും പാലിയന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്ന്, ആ ഒരു മേഖലകളിൽ നിന്നുള്ള തെളിവുകളും പിന്നെന്താണ് ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്താണ് എന്ത് രൂപപ്പെടുത്തിയത്? നിയോ ഡാർവിനിസം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു ആധുനിക തെളിവുകളും തുടർ പഠനങ്ങൾ പ്ലസ് ഡാർവിനിസം ഇസിക്കൽ ടു നിയോ ഡാർവിനിസം. അതാണ്. ആ ഒരു നിയോ ഡാർവിനിസം വന്നതോടെ എന്ത് ചെയ്തു? വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം, നമ്മൾ പറഞ്ഞു ആദ്യം ഡാർവിനിസം വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട്, പിന്നെ ഈ ഒരു നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയതോടെ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം എന്ത് ചെയ്തിട്ടുണ്ട്? ഡാർവിനിസം യുക്തിഭദ്രമായിട്ടുണ്ട്. ഇതാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പരിണാമവൃക്ഷം. ഇതൊരു പരിണാമത്തിൻ്റെ ഒരിതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഈ ചോന്ന റെഡിൽ കൊടുത്തിട്ടുള്ളത് MRCA ആണ്. എന്താണ്? MRCA. റെഡിൽ കൊടുത്തിട്ടുള്ളത് MRCA ആണ്. MRCA എന്താണെന്ന് നോക്കാം. അപ്പം MRCA എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ, അതായത് ഏറ്റവും അടുത്ത പൂർവികർ. മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണും ഒരു ബ്ലൂ. ആ ബ്ലൂ എന്താ? ലൂക്ക്. എന്താണ്? LUCA, ലൂക്ക. അതെന്താണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, അതായത് സാർവത്രിക പൊതുപൂർവികരാണ് ലൂക്ക. അതായത് ഇതിൻ്റെ ഒരു ഫുൾ ഫോം പഠിച്ചു വെച്ചോ. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. MRCAൻ്റെ ഫുൾ ഫോം എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ, ഏറ്റവും അടുത്ത പൂർവികർ. അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇതിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഫഞ്ചയും അനിമേലിയക്കും ഒരു MRCA ഉണ്ട് ഇവിടെ, ഇല്ലേ? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഇല്ലേ? ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാം പ്രോട്ടിസ്റ്റക്കും പ്ലാന്റേക്കും ഫഞ്ചൈ, അനിമേലിയ, ഇവർക്കെല്ലാം കൂടിയിട്ട് ഇവിടെ ഒരു MRCA ഉണ്ട്. ഇവർക്കെല്ലാം കൂടി ഒരു പൊതുപൂർവികരുണ്ട്. ഈ പ്രോട്ടിസ്റ്റ, പ്ലാന്റേ, ഫഞ്ചൈ, അനിമേലിയ ഇവർ ഒരുമിച്ച് യൂക്കാരിയ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. പിന്നെ ഇവിടെ ആർക്കിയ കാണും. ആർക്കിയക്കും യൂക്കാരിയക്കും കൂടി ഒരു MRCA ഉണ്ട്, കാണുന്നില്ലേ? പിന്നെ ബാക്ടീരിയക്കും
ബാക്ടീരിയ എന്തുണ്ട്, ബാക്ടീരിയയും ആർക്കിയും യൂക്കാരിയും ഈ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഈ ലൂക്കയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ള വിഭാഗങ്ങളാണ്. പിന്നെന്താണ്, ആനിമേലിയക്കും ഫഞ്ചൈക്കും കൂടിയിട്ട് എന്തുണ്ട്, ഒരു MRCA ഉണ്ട്. പ്രോട്ടിസ്റ്റയ്ക്കും പ്ലാന്റേക്കും ഫഞ്ചൈക്കും ആനിമേലിയക്കും കൂടിയിട്ട് ഒരു MRCA ഉണ്ട്. ആർക്കിയക്കും യൂക്കാരിയ എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, ആനിമേലിയ. ഈ ആർക്കിയക്കും ഈ 4 എണ്ണത്തിനും കൂടിയിട്ട്, അതായത് യൂക്കാരിയക്കും കൂടിയിട്ട് ഒരു MRCA ഉണ്ട്. ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയ ഈ ലൂക്കിൽ നിന്നാണ്. ബാക്ടീരിയയും ആർക്കിയയും യൂക്കാരിയും ഈ ലൂക്കിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ആർക്കിയയും യൂക്കാരിയും ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതുപൂർവികനെ പങ്കിടുന്നുണ്ട്. ശരിയാണ്, ആർക്കിയയും യൂക്കാരിയയും. ഞാൻ ഇതൊന്ന് വായിച്ചിട്ട് കാണിച്ചു തരാം. ആർക്കിയയും യൂക്കാരിയയും, അതായത് ആർക്കിയയും യൂക്കാരിയയും ബാക്ടീരിയ പങ്കിടാത്ത ഒരു പൊതുപൂർവികനെ പങ്കിടുന്നുണ്ട്. പിന്നെ പ്രോട്ടിസ്റ്റ, സസ്യങ്ങൾ അതായത് പ്ലാന്റ്, ഫംഗസ്, ജന്തുക്കൾ, അനിമേലിയ എന്നിവ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതെ, ഈ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് ഇവർ 4 രൂപപ്പെട്ടിട്ടുള്ളത്. പിന്നെ യൂക്കാരിയും ആർക്കിയും ബാക്ടീരിയയും ഇങ്ങനെ ഒരു ലൂക്ക എന്ന് പറയുന്ന അതിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ ഒരു പരിണാമ വൃക്ഷത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ, ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് നമ്മൾ കണ്ടു, ഒരു പൊതുവായിട്ടുള്ള ലൂക്കിൽ നിന്ന് ആ ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത്. ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൂർവികർ ഉണ്ടാവുമെന്നും കണക്കാക്കപ്പെടുന്നു. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങളിവിടെ പഠിക്കേണ്ടത് ലൂക്ക, ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ്, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, MRCA ഫുൾ ഫോം മോസ്റ്റ് റെസെന്റ് കോമൺ ആൻസിസ്റ്റർ. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇവിടെ സ്പീസിയേഷൻ, എന്താണ് ഇവിടെ പറയുന്നത്, സ്പീസിയേഷൻ ആണ്. ഇവിടെ വെറുതെ പറഞ്ഞു, എന്താണ് സ്പീസിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ജീവികളിലെ വൈവിധ്യം, ഭൂമിയിലെ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത് സ്പീസിയേഷൻ എന്നൊരു പ്രോസസ്സിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്പീസിയേഷൻ എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. സ്പീസിയേഷൻ എന്താണെന്ന് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. എന്താ സ്പീഷീസ് നോക്കാം. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായിട്ട് തുടരും. അത് നമുക്കറിയാം. ഒരു ജീവിഗണത്തിലുള്ള ഒരു അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങൾ, അച്ഛനെയും അമ്മയും പോലെ തന്നെ ആവണമെന്നില്ല മക്കള്, കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാവില്ലേ, വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആ ഒരു വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ എന്താണ്, ഒറ്റ സ്പീഷീസ്, ഒരു സ്പീഷീസായിട്ടാണ് തുടരുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അതായത് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ അച്ഛനെയും അമ്മയും പോലെ ആയിരിക്കില്ല മക്കള്, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും ഒറ്റ സ്പീഷീസായിട്ട്, നമ്മളെല്ലാം കുറച്ച് വ്യതിയാനം ഉണ്ടെങ്കിലും ഒറ്റ സ്പീഷീസായിട്ടല്ലേ തുടരുന്നത്, വേറൊരു സ്പീഷീസിലൊന്നല്ലല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ എന്ത് ചെയ്യുന്നു, ഒറ്റ സ്പീഷീസായിട്ട് തന്നെ തുടരും. ഓക്കെ, ഇനി അടുത്തതിൽ ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ പരസ്പരം വേർപ്പെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. അപ്പോൾ ഈ ജീവിഗണത്തിലുള്ള അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങൾ, പരിസരമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ മറ്റോന്ന് പറയുമ്പോൾ മ്യൂട്ടേഷൻ വഴി അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം, ജനിതക പുനഃസംയോജനം മുതലായ ഘടകങ്ങളോ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങളൊക്കെ പരസ്പരം വേർപ്പെടുത്തിയാൽ കാലക്രമേണ എന്ത് ചെയ്യും, നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. ഇപ്പം എന്താണ്, ഒരു പക്ഷികളിൽ ഒരു പുഴയുടെ വിഭജനം അല്ലെങ്കിൽ ഒരു മലയുടെ ഒരു വിഭജനം, ആ ഒരു രീതിയിൽ പക്ഷികളിൽ എന്ത് ചെയ്യുന്നു, അവരുടെ പാരിസ്ഥിതിക ഘടകങ്ങൾ അവരെ പരസ്പരം വേർപ്പെടുത്തുന്നു. പരിസരപരമായിട്ടുള്ള ഘടകങ്ങളാണല്ലോ പരസ്പരം വേർപ്പെടുത്തിയ. അങ്ങനെ വേർപ്പെടുത്തിയാൽ കാലക്രമേണ അവരിൽ എന്ത് ചെയ്യുന്നു, നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടാവും. ഒരു സ്പീഷീസിലുള്ള ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരേ ജീവിഗണത്തിൽപ്പെട്ട അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ പരസ്പരം വേർപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുമ്പം ഒരു മലമുകളിൽ ജീവിക്കുന്ന കുറേ പക്ഷികൾ, പക്ഷെ പരിസരപരമായിട്ടുള്ള ഒരു മലയുടെ വിഭജനം, ആ ഒരു മല എന്ത് ചെയ്യുന്നു, ഒരു ജീവിഗണത്തിൽപ്പെട്ട അംഗങ്ങളെ പരസ്പരം വേർപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, കാലക്രമേണ അവരിൽ എന്ത് ചെയ്യും, നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. അതാണ് പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ പരസ്പരം വേർപ്പെടുത്തിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ അവരിൽ എന്ത് ചെയ്യും, നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടാവും.
അങ്ങനെ ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പരിണമിക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വേർപിരിയുന്നുണ്ട്, അവരിൽ കുറേ വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടുന്നുണ്ട്. അങ്ങനെ ഒരേ ജീവിഗണത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യുൽപാദനം നടത്തിയിട്ട് പ്രത്യുൽപാദനക്ഷമമായിട്ടുള്ള ഒരു സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നതോടെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രത്യുൽപാദനക്ഷമമായിട്ടുള്ള സന്താനങ്ങളെ പ്രത്യുൽപാദനം നടത്തിയിട്ട് പ്രത്യുൽപാദനക്ഷമമായിട്ടുള്ള സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതോടെ ഇവ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് മാറുന്നു. ഇതാണ് സ്പീസിയേഷൻ. ആദ്യം എന്താണ്, ഒരു ജീവിഗണത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാം, എന്നാലും അവർ ഒറ്റ സ്പീഷീസ് ആയിരിക്കും. പിന്നെന്താ പറയുന്നത്, ആ ഒരു ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഒരു മലമുകളിൽ ജീവിക്കുന്ന ഒരു കുരുവികളോ പക്ഷികളോ ആണ്. അവയെ എന്ത് ചെയ്യുന്നു, അവയെ പരസ്പരം വേർപ്പെടുത്തുന്നു. ഒരു പാരിസ്ഥിതിക ഘടകമാണല്ലോ അവരെ പരസ്പരം വേർപ്പെടുത്തിയത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പാരിസ്ഥിതിക ഘടകങ്ങൾ അവരെ അല്ലെങ്കിൽ മറ്റോ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ജനിതക പുനഃസംയോജനോ അതൊക്കെ അവരെ പരസ്പരം വേർപ്പെടുത്തിയാൽ കാലക്രമേണ അവരിൽ നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു പൂച്ചേൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു പൂച്ചക്ക് ഒരു ഭൂമി ദുരന്തത്തിൻ്റെ സമയത്ത്, ഭൂമിയിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു പൂച്ച സമൂഹത്തിൽ പൂച്ചേൻ്റെ സ്പീഷീസിൽ പൂച്ചകൾക്ക് എന്ത് ചെയ്യുന്നു, അപകടം പറ്റുന്നു. അപ്പോൾ കുറച്ച് പൂച്ചകൾ നാട്ടിൽ തന്നെ ആ ഒരു പരിസരത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ബാക്കിയാവുന്നു. കുറച്ച് പൂച്ചകൾ കാട്ടിലെത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാട്ടിലുള്ള പൂച്ചകൾ ഇര തേടിയിട്ട് വേട്ടയാടിയിട്ടാണ് മൃഗങ്ങളെ പിടിച്ചെടുക്കുക. നമ്മുടെ വീട്ടിലുള്ള പൂച്ചകളോ നമ്മുടെ വീട്ടിൻ്റെ തിണ്ണയിൽ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഇതിനെ തന്നെ പിടിച്ചെടുക്കും. വീട്ടിൻ്റെ ചുറ്റുമുള്ള നമ്മൾ കൊടുക്കുന്ന മീനും അതൊക്കെ തിന്നിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന അവരവിടെ പാരിസ്ഥിതിക ഘടകങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പരസ്പരം വേർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാലക്രമേണ ഈ കാട്ടിലുള്ള പൂച്ചയിലും എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയിലും നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. അപ്പോൾ ഇപ്പോൾ കാട്ടിലുള്ള പൂച്ചക്കാണെങ്കിൽ അവരുടെ റണ്ണിങ് സ്പീഡായിരിക്കും, ഭയങ്കര സ്പീഡിൽ അവർ ഓടും, വേട്ടയാടി പിടിക്കേണ്ടതുകൊണ്ട്. നമ്മുടെ നാട്ടിലുള്ള പൂച്ച എന്തായിരിക്കും, അത് നമ്മളൊന്ന് ഓടിച്ചാൽ പോലും അത് പോവില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരിൽ വ്യതിയാനം വരുത്തുന്നു. അപ്പോൾ ഈ ജീവിഗണത്തിൽപ്പെട്ട അംഗങ്ങൾക്ക്, ഈ കാട്ടിലെ പൂച്ചക്കും നാട്ടിലെ പൂച്ചക്കും എന്തായിരുന്നു, അംഗങ്ങൾക്ക് അവർക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തിയിട്ട് പുതിയൊരു സന്താനത്തെ, ഒരു പ്രത്യുൽപാദനക്ഷമമായിട്ടുള്ള സന്താനത്തെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതോടെയാണ് അവിടെ ഒരു പുതിയ സ്പീഷീസ്, ഇവ എന്ത് ചെയ്യുന്നു, ഇവ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പരിണമിക്കുന്നത്. അതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻസ് ആയിട്ട് ചോദിക്കാം. ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ആക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.